ഹായ് ഹലോ, നമുക്കിന്നൊരു ജെല്ലി മിഠായി ഉണ്ടാക്കാം. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കളർഫുള്ളായിട്ടൊക്കെ പാക്ക് ചെയ്തിരിക്കുന്ന ജെല്ലി മിഠായിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജെലാറ്റിനാണ് ആദ്യം വേണ്ടത്. ജെലാറ്റിൻ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കണം. അതിന് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ടെല്ലാം അലിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മെൽറ്റ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് മെൽറ്റാക്കി എടുക്കണം. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആകണ്ട. അതിന് മുമ്പ് നല്ല തിളയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി വെള്ളത്തിലോട്ട് ഇതൊന്ന് ഒഴിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോൾസ് പോലെ ഉരുട്ടാൻ ഉള്ള ഒരു പരുവം വരും. ആ പരുവത്തിൽ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ജെലാറ്റിൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിത് 3 പാത്രത്തിലോട്ട് തുല്യ അളവിൽ നമ്മൾ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കളറ് ചേർക്കാം. കളർ ഇപ്പം ഞാനൊരു യെല്ലോയും ഒരു റെഡും ഒരു പിങ്കും അല്ലാത്ത ഒരു കളറുണ്ട്, അതും പിന്നെ ഒരു ഗ്രീൻ കളറും, ഇത് 3ഉമാണ് ഞാൻ ചേർക്കുന്നത്. 3 കളറിലെ ആണ് ചേർക്കുന്നത്. ചേർത്ത് ഇതിലൊന്ന് ഇളക്കി. ഗ്രീൻ കളറ് എൻ്റെ പിസ്താടെ ആണ്, അതുകൊണ്ട് ആ പിസ്താടെ ഒരു ടേസ്റ്റും കിട്ടും ആ ഒരു ജെല്ലി കഴിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അത് 3 ചേർത്തിട്ട് ഞാനിത് ഐസ് ട്രേയിലാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്കിതിൻ്റെ സിലിക്കോൺ മോൾഡ് കിട്ടും. അതാണെങ്കിൽ നമുക്കിത് ഡിമോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിപ്പം ഈ ഐസ് ട്രേ ആകുമ്പോൾ ഇച്ചിരി ഒരു പാടാണ്. ഇച്ചിരി നമുക്കിങ്ങനെ ഇളക്കി എടുക്കണം. മറ്റേതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും. ഇതിലിങ്ങനെ നമ്മൾ എല്ലാം ഒഴിച്ചെടുത്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും തണുക്കാൻ വയ്ക്കണം. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലോണം എല്ലാം സെറ്റായി ആ ജെല്ലി മിഠായിയുടെ അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമ്മളിങ്ങനെ പൊടിച്ച പഞ്ചസാരയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലോണം നമുക്കിത് എടുക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇച്ചിരി പറ്റും. അന്നേരം ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. പിന്നെ അങ്ങനെ വളരെ എളുപ്പത്തിൽ 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.